ആദ്യം തന്നെ നിങ്ങൾ ഈ ടൈറ്റിലായിട്ട് നോക്കുക. ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ടൈറ്റിലാണ്. തുടരും എന്ന് എഴുതിയേക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ബോൾഡായിട്ട് വെച്ചേക്കുന്ന ഒരു ഫോണ്ടാണ്. അതാണ് ഈ ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നാമത്തെ കാര്യം. നോർമൽ ബോൾഡ് ഫോണ്ടാണെന്ന് നമുക്കിത് തോന്നുമെങ്കിലും ചില ബ്രില്യൻസുകൾ ഇതിൽ ഒളിച്ചിരിപ്പുണ്ട്. ശരിക്കും ഇതിൻ്റെ ടൈറ്റിൽ ഫോണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു അംബാസഡർ കാറിൻ്റെ ആ വെക്ടർ ഷേപ്പ്, അതായത് അംബാസഡർ കാറിൻ്റെ ഒരു വെക്ടർ ഷേപ്പ് കറക്റ്റ് ആ കർവ് അതുപോലെ തന്നെ വെച്ചിട്ടാണ്. നിങ്ങളത് എടുത്തു നോക്കിയോ. ഞാനിതിൻ്റെ ഉദാഹരണ സഹിതം കാണിച്ചു തരാം. നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത്, അതും ഒരു ഡീകോഡിങ് വീഡിയോ. ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് ഒരു സിനിമയുടെ പോസ്റ്ററാണ്. ശരിക്കും പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം അക്ഷമയോടെ കാത്തുനിന്ന, ഒരുപാട് നാളുകൾക്ക് ശേഷം കാത്തിരുന്നിട്ട് കിട്ടിയ ഒരു പോസ്റ്ററാണ് ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. ചിത്രം വേറൊന്നുമല്ല, L360 എന്ന് പേരിട്ടിരുന്ന തരുൺമൂർത്തി മോഹൻലാൽ ചിത്രത്തിൻ്റെ ടൈറ്റിൽ പോസ്റ്റർ കഴിഞ്ഞ ദിവസം അവർ പുറത്തിറക്കിയിരിക്കുകയാണ്. സിനിമയുടെ പേര് നിങ്ങൾക്കറിയാം, തുടരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ടൈറ്റിൽ പോസ്റ്ററാണ് നമ്മളിവിടെ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. സംഭവം ഫീൽ ഗുഡ് ഐറ്റം ആണ് വന്നതെങ്കിലും സോഷ്യൽ മീഡിയ കത്തിക്കുന്ന തരത്തിലുള്ള സ്റ്റഫായിരുന്നു ശരിക്കും അവർ പുറത്തു വിട്ടത്. ഇതിനോടകം തന്നെ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പോസ്റ്റർ ശരിക്കും പറഞ്ഞാൽ അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ അതിലായിട്ട് നമുക്ക് വരാം. അതിനു മുന്നേ നമ്മുടെ പ്രേക്ഷകരോടാണ് പറയാനുള്ളത്, നിങ്ങൾ ഈ ചാനൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുമായിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി സമയം കളയാതെ പോസ്റ്റർ ഡീകോഡിങ്ങിലോട്ട് പോയേക്കാം. നമുക്കറിയാം, ഒരു സിനിമയുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ശരിക്കും ആ സിനിമയുടെ ടൈറ്റിലാണ്. ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ടൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ബ്രില്യൻസ് ആണ്. ടൈറ്റിലിൻ്റെ എല്ലാ ലെറ്ററുകളും വളരെ അടുത്തടുത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു ലെറ്റർ മറ്റൊരു ലെറ്ററായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ തന്നെ ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അവസാനത്തെ രണ്ട് ലെറ്ററുകൾ തമ്മിലുള്ള ഒരു തുന്നിച്ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതിനോടകം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഫാൻസ് തിയറികൾ വന്നു കഴിഞ്ഞു. എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയാം, ഇതൊരു മെറ്റഫറായിട്ട് കാണിച്ചതാകാം. അതായത് തുടരും എന്ന പേരും കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള അടുപ്പവും ഒരു തുന്നിച്ചേർത്ത ബന്ധം പോലെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നത് സംവിധായകൻ പറയാതെ പറയുന്നതാകാനാണ് ചാൻസ്. അപ്പോൾ അതിനെ ഒരു മെറ്റഫറായിട്ട് കൂട്ടിച്ചേർത്ത് വെച്ചതാകാം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇനി അതായിരിക്കാം, അല്ലാതിരിക്കാം. അപ്പോൾ അങ്ങനെ ആവാനാണ് ഒരു ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഒരു സിനിമയുടെ ടൈറ്റിൽ കണ്ടാൽ മതി ആ സിനിമയുടെ ജോണർ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പറ്റണം. ശരിക്കും ടൈറ്റിൽ ഡിസൈനറോട് സിനിമയുടെ സ്റ്റോറി ആദ്യമേ തന്നെ പറഞ്ഞിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്റ്റോറി നടക്കുന്ന പശ്ചാത്തലം, അത് നടക്കുന്ന സ്ഥലം എന്ന് വേണ്ട എല്ലാ വിവരങ്ങളും തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ ഡയറക്ടർ ആ സിനിമയുടെ ടൈറ്റിൽ ചെയ്യുന്ന ആളോട് അത് പറഞ്ഞിരിക്കണം എന്നുള്ളതാണ് പറയണത്. കാരണം ആ ടൈറ്റിൽ ചെയ്യുന്ന ആൾക്ക് ആ ടൈറ്റിൽ തന്നെ സിനിമയുടെ കഥയുടെ ഒരു ചെറു രൂപം കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ സിനിമയുടെ ടൈറ്റിൽ തന്നെ കഥ ഉണ്ടാകും എന്നും പറയുന്നു. ഒരുപാട് ആളുകൾ സിനിമയുടെ ടൈറ്റിലിനെ പറ്റി ഇന്ന് സംസാരിക്കുന്നുണ്ട്. ടൈറ്റിൽ ഫോണ്ടുകൾ, അതുപോലെ തന്നെ ടൈറ്റിൽ ബ്രില്യൻസുകൾ, ഒരുപാട് ബ്രില്യൻസുകൾ ഇന്ന് മലയാള സിനിമയുടെ ടൈറ്റിലുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തോളട്ടെ, നമ്മൾ ഒരു സിനിമയുടെ ടൈറ്റിൽ അല്ലെങ്കിൽ പോസ്റ്റർ കാണുമ്പോൾ അത്രയ്ക്കും ചർച്ച ചെയ്തിട്ടും വിഷമത്തോടൊരു കാര്യം പറയട്ടെ, ടൈറ്റിൽ ചെയ്യുന്നവരെയും പോസ്റ്റർ ചെയ്യുന്നവരെയും നമ്മൾ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. അവരുടെ ഒരു പ്രൊഫഷനെ എവിടെയും നമ്മൾ ആദരിക്കുന്നോ അവർക്കൊരു അവാർഡോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ഇൻഡസ്ട്രി ഇതുവരെ കൊടുക്കുന്നില്ല എന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യമാണ്. പക്ഷേ അത് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ വിഷയം അതല്ല. നമുക്കിനി ഡീകോഡിങ്ങിലോട്ട് പോകാൻ സമയം കളയുന്നില്ല. ആദ്യം തന്നെ നിങ്ങൾ ഈ ടൈറ്റിലായിട്ട് നോക്കുക. ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ടൈറ്റിലാണ്. തുടരും എന്ന് എഴുതിയേക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ബോൾഡായിട്ട് വെച്ചേക്കുന്ന ഒരു ഫോണ്ടാണ്. അതാണ് ഈ ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നാമത്തെ കാര്യം. നോർമൽ ബോൾഡ് ഫോണ്ടാണെന്ന് നമുക്കിത് തോന്നുമെങ്കിലും ചില ബ്രില്യൻസുകൾ ഇതിൽ ഒളിച്ചിരിപ്പുണ്ട്. ശരിക്കും ഇതിൻ്റെ ടൈറ്റിൽ ഫോണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു അംബാസഡർ കാറിൻ്റെ ആ വെക്ടർ ഷേപ്പ്, അതായത് അംബാസഡർ കാറിൻ്റെ ഒരു വെക്ടർ ഷേപ്പ് കറക്റ്റ് ആ കർവ് അതുപോലെ തന്നെ വെച്ചിട്ടാണ്. നിങ്ങളത് എടുത്തു നോക്കിയോ. ഞാനിതിൻ്റെ ഉദാഹരണ സഹിതം കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ എഴുതിയേക്കുന്ന ടൈറ്റിലിൽ നമുക്കതിനെ ശരിക്കും കർവ് ചെയ്തെടുത്താൽ ആ അംബാസഡറിൻ്റെ ആ ഒരു കർവിങ് കറക്റ്റായിട്ട് ഈ ടൈറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തുടരും എന്ന് എഴുതിയേക്കുന്ന ടൈറ്റിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ അംബാസഡർ കാറിൻ്റെ കർവിങ് ആണ് ഇതിൻ്റെ ടൈറ്റിൽ ഡിസൈനിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അംബാസഡർ കാറിൻ്റെ കർവിങ് ഡിസൈൻ വെറുതെ ചുമ്മാ അങ്ങ് കൊടുത്തതല്ല. ശരിക്കും പറഞ്ഞാൽ പോസ്റ്ററിലായിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ബ്ലാക്ക് കളർ ഓൾഡ് മോഡൽ അംബാസഡർ കാർ ഈ പോസ്റ്ററിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ L360 എന്ന സിനിമയുടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏത് പോസ്റ്ററുകളും ഏത് അപ്ഡേറ്റുകൾ വന്നാലും എന്തിനു പറയാം, തരുൺമൂർത്തി എന്ന സംവിധായകൻ അവസാനം പാക്കപ്പ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു അപ്ഡേറ്റ് തരുന്നത് പോലും ആ അംബാസഡർ കാറിൻ്റെ മേളിലിരുന്നുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അംബാസഡർ കാറിന് ഈ സിനിമയിൽ ഒരു വലിയ റോളുണ്ട്. ശരിക്കും ഒരു ടാക്സി ഡ്രൈവറായിട്ടാണ് മോഹൻലാൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് എന്നുള്ള റൂമറുകൾ ഇതിനോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അത് ഉറപ്പുവരുത്താവുന്ന ഒരു സംഗതിയാണ് ഈ അംബാസഡർ കാറിൻ്റെ ആയിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോഴൊന്ന് പറയാൻ സാധിക്കും. ഈ പടത്തിൻ്റെ ടൈറ്റിലേക്ക് വന്നാൽ ഏകദേശം 3 മാസത്തോളം സമയമെടുത്തിട്ടാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഈ സിനിമയ്ക്ക് ടൈറ്റിൽ
ടൈറ്റിൽ ഇട്ടത് എന്ന് പറയുന്നു. അത്രത്തോളം സമയം ഇവർ കാത്തിരുന്നു ഒരു നല്ല ടൈറ്റിലിന് വേണ്ടിയിട്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ടെക്നീഷ്യൻസിൻ്റെ ഒരു കൂട്ടായ്മയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഇത്രയും നാളുകൾ ഒരു ടൈറ്റിലിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത്. ശരിക്കും മലയാളി പ്രേക്ഷകർക്ക് അക്ഷമയോടെ തന്നെയാണ് ഇതായിരിക്കും ടൈറ്റിൽ അല്ലെങ്കിൽ മറ്റേതായിരിക്കും ടൈറ്റിൽ, അങ്ങനെ ഒരുപാട് ടൈറ്റിലുകൾ ഇതിനോടൊപ്പം തന്നെ ഫാൻസ് തിയറി വെച്ച് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലർ പറഞ്ഞൊക്കെ തന്നെ ശരിയായിട്ട് വന്നിട്ടുമുണ്ട്. അങ്ങനെ തുടരും എന്ന ടൈറ്റിലിൽ അവരെത്തിയിരിക്കുകയാണ്. നല്ല ടൈറ്റിൽ, മനോഹരമായിട്ടുള്ള ടൈറ്റിലാണ് ഇപ്പോൾ അവർ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ അത് ചെയ്തിരിക്കുന്നത് മലയാളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു പോസ്റ്റർ ഡിസൈൻ കമ്പനിയായ യെല്ലോ ടൂത്താണ്. നമുക്കറിയാം ഇവർ ചെയ്ത വർക്കുകൾ എന്ന് മലയാളത്തിലുള്ളൂ. ഇനി ആ ടൈറ്റിലൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ നമുക്കൊരു കാര്യം അറിയാൻ പറ്റും. ഈ ടൈറ്റിലിൻ്റെ എല്ലാ അക്ഷരങ്ങളിലും ഒരു ടെക്സ്ചേഴ്സ് യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അതിലൊരു ടെക്സ്ചറുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ടൈപ്പോഗ്രഫി ന്യൂമറോളജി വെച്ച് വിത്തൗട്ട് ടെക്സ്ചർ, ഒരു ടെക്സ്ചർ ഇല്ലാതെ ഈ ഫോണ്ട് നമ്മൾ നോക്കിയാൽ അത് ഫുള്ള് പോസിറ്റീവ് എലമെൻ്റ് ആയിരിക്കും. കാരണം അതിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല, പ്ലെയിൻ ആയിട്ടുള്ള വെക്ടർ പോലെ മാത്രമായിട്ടിരിക്കും, ബ്രൈറ്റ് കളർ മാത്രമായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. സോ അതൊരു പോസിറ്റീവ് എലമെൻ്റ് ആയിരിക്കാം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ഇനി ഈ ടൈറ്റിലിന് ടെക്സ്ചർ വന്നതിന് പിന്നിലെ ആ പോസിറ്റീവ് വൈബ് കട്ടാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതേ കണ്ടോ, ഇപ്പോൾ ഈ ടെക്സ്ചർ വന്നപ്പോൾ ആ പോസിറ്റീവ് വൈബ് അങ്ങ് കട്ടായി. എല്ലാ ലെറ്റേഴ്സിലും ഇത് പടർന്ന് കിടക്കുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കിയാൽ ഒരു ടെക്സ്ചർ അവർ ആഡ് ചെയ്തതിന് പിന്നിൽ ആ ഒരു ടെക്സ്ചർ നമുക്കൊരു പ്രശ്നത്തിൻ്റെ മെറ്റഫറായിട്ട് നമുക്ക് തന്നെ സൂചിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള സംശയം എനിക്കുണ്ട്. ഈ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പതറാതെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കുടുംബ ബന്ധങ്ങൾ ശക്തമായി തുടർന്നു പോകുന്നത് കാണാൻ സാധിക്കും എന്ന് തുടരും എന്നുള്ളൊരു പേര് കൊടുത്തത് വളരെ സിമ്പിളായിട്ടുള്ള ടൈറ്റിലാണ് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നെങ്കിലും ഹിഡൻ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ടൈറ്റിലായിട്ട് ബന്ധപ്പെട്ടുള്ള ബ്രില്യൻസ്. ഇനി നമുക്ക് പോസ്റ്ററിലേക്ക് പോകാം. ഇനി പോസ്റ്ററിലായിട്ട് വന്നാൽ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സിനിമകളുടെ ഒരു ടെറൈൻ എന്ന് പറയുന്നത് മലയോര പ്രദേശമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹിൽ ഏരിയയുടെ എലമെൻ്റൊക്കെ പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഈ സിനിമയുടെ കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് പത്തനംതിട്ടയുടെ അടുത്തുള്ള ഒരു ഉൾഗ്രാമ പ്രദേശത്താണെന്ന് സംവിധായകൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പോസ്റ്ററിൽ കാണാൻ സാധിക്കും ഒരു ഹിൽ ഏരിയയുടെ എലമെൻ്റ് ഒന്നും തന്നെ ഈ പോസ്റ്ററിൽ കൊടുത്തിട്ടില്ല. സ്റ്റോറി ബോർഡ്, പിന്നെ ഉള്ളത് ഈ പോസ്റ്ററിൻ്റെ സ്റ്റോറി ബോർഡാണ്. നമുക്കറിയാം ലാലേട്ടൻ വെള്ളം കൊണ്ട് കൊടുത്ത് നമ്മുടെ ഒരു ചെക്ക് ഷർട്ട് ഇട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയാൻ പറ്റും. നമ്മൾ അത്രത്തോളം ലാലേട്ടനെ പരിചിതമാണ്, ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലാലേട്ടൻ്റെ പോസ്റ്റർ ശരിക്കും പറഞ്ഞാൽ സ്കൂൾ പിള്ളേരെയൊക്കെ തൻ്റെ കാറിൽ കൊണ്ടുവിടാൻ പോകുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ബോർഡാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതും നല്ലൊരു ചൈൽഡ് സെറ്റപ്പിൽ ചിരിച്ചുകൊണ്ട് കൊച്ചിനെയൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റപ്പ്. അപ്പോൾ ആ ഒരു മാനരസമൊക്കെ പിടിച്ചുകൊണ്ട് ശരിക്കും നമുക്കറിയാൻ പറ്റിയതൊരു ഹാപ്പി ഫേസിലൊരു നല്ല രീതിയിൽ പോകുന്നൊരു ഫീൽ ഗുഡ് മൂവിയാണ് എന്നുള്ള രീതിയിൽ അവർ എല്ലാ എലമെൻറ്റും ഈ സിനിമയുടെ പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയാണ് സിനിമയായിട്ട് ബന്ധപ്പെട്ട മെയിൻ കാര്യം പറയാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, എക്സ്പെക്റ്റേഷനാണ്. ശരിക്കും പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് പ്രേക്ഷകർ ഈ സിനിമയെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഈ സിനിമ ഒരു പക്കാ ഫീൽ ഗുഡ് സിനിമയാണ് എന്നുള്ള രീതിയിൽ ഇതുവരെ സിനിമയുടേതായ പുറത്തിറങ്ങിയിട്ടുള്ള എല്ലാ എലമെൻറ്റും ഈ പോസ്റ്റർ അടക്കം വെച്ച് നോക്കിയാൽ ഇതൊരു ഫീൽ ഗുഡ് സിനിമയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ മറ്റൊരു തരത്തിലുള്ള കൂട്ടരുണ്ട്, അവരാണ് പ്രശ്നം. അവർ വിചാരിക്കുന്നത് ഇതിലൊരു ത്രില്ലർ എലമെൻ്റ് ഉണ്ട്, ഇതൊരു ഗംഭീര സസ്പെൻസ് ത്രില്ലർ മൂവി ആയിരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നൊരു വാദം. ഇതിൽ രണ്ടിനെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാണ് തെറ്റെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അവരുടേതായ രീതിയിൽ ഈ സിനിമയുടെ സ്റ്റോറി അവർ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിന് കാരണം വേറൊന്നുമല്ല, പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു നരുമ്പ് തരി പോലെ ഇതൊരു ത്രില്ലർ ആകാൻ ചാൻസ് ഇല്ലേ എന്നുള്ളൊരു സംശയങ്ങൾ വരുന്നുണ്ട്. അതിലൊന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് ഇതിൻ്റെ ജോണർ ഏതാണെന്ന് അതിൻ്റെ അണിയർ പ്രവർത്തകർ സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല എന്നുള്ളതാണ്. ഫാമിലി ഡ്രാമയാണെന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും അത്രയും സ്ട്രോങ് ആയിട്ട് ഇതൊരു ഫാമിലി മൂഡ് പടമാണെന്ന് പറയുന്നില്ല. മോഹൻലാലിനെ പോലെ ഒരു ആക്ടർ അവിടെ ഉള്ളിടത്തോളം എക്സ്പ്രഷൻസിൻ്റെ ബാരിയർ അവർക്കും അത് ഉണ്ടാകും. പക്ഷേ അത് അവർ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ അത്ര സ്ട്രോങ് ആയിട്ട് ഇതൊരു ഫാമിലി ഡ്രാമ തന്നെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ വിഷയം ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടാവത്തില്ലായിരിക്കാം. പക്ഷേ അതിനെ അവരത്ര സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല. പിന്നെ രണ്ടാമത് പറയുന്ന കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുന്നതും തെറ്റല്ല. 2013 ഡിസംബർ 19 ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ എന്ന നടൻ നായകനായ ദൃശ്യം എന്ന് പറയുന്ന ഒരു ചെറിയ ഫാമിലി ഡ്രാമ സിനിമയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്നൊരു സിനിമ റിലീസായി. ആ സിനിമയുടെ റിലീസിന് ശേഷം പിന്നെ എന്ത് സംഭവിച്ചു, ചരിത്രം മാറ്റിമറിച്ച് മലയാള സിനിമയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞതാണല്ലോ. പിന്നെ അവരിങ്ങനെ ചിന്തിക്കുന്നതിലും എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു ചരിത്രം തുടരും എന്ന സിനിമയും ആവർത്തിക്കപ്പെടുമോ എന്നുള്ളൊരു സംശയം എല്ലാവരുടെയും ഉള്ളിൽ ഇല്ലാതെ ഇല്ല. എന്തായാലും പോസ്റ്റർ വന്നോട്
ഇറങ്ങിയതോടുകൂടി ഈ സിനിമയുടെ ഹൈപ്പ് മീറ്റർ ഹൈ ലെവലിൽ എത്തിയിട്ടുണ്ട്. പിന്നെ എക്സ്പെക്ടേഷൻ്റെ ലെവലിൽ മൂന്നാമത് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പുതുമുഖ സംവിധായകന് ലാലേട്ടൻ ഡേറ്റ് കൊടുത്തിട്ടുള്ള ആദ്യത്തെ സിനിമയാണിത്. എന്ന് വെച്ചാൽ ഒരു അൾട്ടിമേറ്റ് പുതുമുഖ സംവിധായകൻ. തരുൺ മൂർത്തി എന്ന സംവിധായകനെ നമുക്ക് പ്രതീക്ഷകളുണ്ട്, അറിയാം. അതുകൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിലുള്ള കോംബോയിൽ എന്ത് സംഭവിക്കും എന്നുള്ള പ്രതീക്ഷകൾ വാനോളമാണ്. ഇനിയും സിനിമയുടെ ഓരോ അപ്ഡേറ്റുകൾക്കായി നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ ഈ അപ്ഡേറ്റ് അവർ കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ L360 എന്നുള്ള പേര് അതിനിട്ട് ഈ 2-3 പോസ്റ്ററുകൾ ഇതിനു മുന്നേ തന്നെ വിട്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ പോസ്റ്റർ നമുക്ക് നോക്കി അറിയാൻ സാധിക്കും. അതിലൊക്കെ ഒരു ടൈറ്റിൽ L360 എന്ന ടൈറ്റിൽ എഴുതിയേക്കുന്നതിലൊക്കെ ഒരു ബ്ലഡ് സ്റ്റെയിൻ കൊടുത്തിട്ടുണ്ട്. ഒന്നും കാണാതെ ഇങ്ങനെയുള്ള ഒരു ബ്ലഡ് സ്റ്റെയിനോ കാര്യങ്ങളോ ഒന്നും ഒരു ഫീൽ ഗുഡ് സിനിമയ്ക്ക് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരു കാർ ഗ്യാരേജ് പോലത്തുള്ള സ്ഥലത്ത് നിന്നിട്ടാണ് അവർ ഈ ടൈറ്റിൽ L360 എന്ന ടൈറ്റിൽ ഇതിനു മുന്നേ റിവീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ സംവിധായകൻ്റെ ഓരോ പോസ്റ്റുകളിലും ഈ ബ്ലാക്ക് അംബാസഡർ കാറുകളും ഉണ്ട്. തുടരും എന്നുള്ള പേര് സംവിധായകൻ തന്നെ അറിഞ്ഞോ അറിയാതെ മുൻപേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് അണിയർ പ്രവർത്തകർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലാതെ ഈ സിനിമ കാണാൻ പോയാൽ ഒരു നല്ല സിനിമയായിരിക്കും ചിലപ്പോൾ സംഭവിക്കാൻ പോണത് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ നോക്കിയാൽ പറയാനുള്ളത്, മലയാള സിനിമയിൽ മോഹൻലാലിൻ്റെ ഒരു ശക്തമായ വമ്പൻ തിരിച്ചുവരവായിരിക്കും ഈ സിനിമ എന്നുള്ളത് ഉറപ്പിക്കാൻ സാധിക്കും. അതിപ്പോൾ ത്രില്ലർ ജോണർ ആണെങ്കിലും ഫീൽ ഗുഡ് ആണെങ്കിലും പടം കയറി കൊളുത്തും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ശരിക്കും നല്ലൊരു മോഹൻലാൽ സിനിമ മലയാളികൾ മിസ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു സപ്പോർട്ട് എന്നോണം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും.